നമസ്കാരം. ഇന്ന് ചിങ്ങം 1, പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ്. ഈ വർഷം ഏറ്റവും ശുഭകരമായി തീരണം എന്ന് തന്നെയാണ് ഏവരും പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ കാണുന്നതായ ഈ ലക്ഷണങ്ങൾ അത് നിങ്ങളുടെ ഒരു വർഷം അനുകൂലമാകും എന്നതിൻ്റെ സൂചന തന്നെയാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് ഈ വർഷം ഏറ്റവും വിശേഷമായി തീരും, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയും എന്നതിൻ്റെ സൂചന തന്നെയാണ്. ആ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ലക്ഷണം, ഇന്നേ ദിവസം ഈ വ്യക്തികൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുന്നു എന്നുള്ളതാണ്. കണ്ണുകളെങ്കിലും അറിയാതെ തുറക്കുന്നതായ സാഹചര്യം ബ്രാഹ്മമുഹൂർത്തത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്രകാരം ഇന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഈശ്വര കടാക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും അതിനാൽ വരും ദിവസങ്ങളിൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കർമ്മങ്ങളിൽ അനുകൂലമായി ഭവിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈശ്വര ദർശനം, അതായത് സ്വപ്ന ദർശനം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, ഈശ്വര സാന്നിധ്യം ഒപ്പമുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുകൂലമായി ഭവിക്കും, അത് പലവിധ നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. തീർച്ചയായും ആ ദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും കഴിയുന്നതായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ്. വളരെയധികം വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശേഷപ്പെട്ടതായ ഈ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്രകാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈശ്വരാധീനത്താൽ, ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾ ഉയരങ്ങളിലെത്തും എന്ന സൂചന തന്നെയാണ്. വീട്ടിൽ ഇന്നേ ദിവസം സുഗന്ധം നിറയുന്നതായ സാഹചര്യം. പല കാരണവശാലും, പല കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ സുഗന്ധം നിറയാം. എന്നാൽ നിങ്ങൾ യാതൊന്നും ചെയ്യാതെ തന്നെ വീട്ടിൽ സുഗന്ധം നിറയുന്നതായ സാഹചര്യം, അത് നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് അനുഭവഭേദ്യമായി എന്ന് വരാം. അതല്ല വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലെങ്കിൽ നാമങ്ങൾ, മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ അതല്ല മറ്റ് സമയങ്ങളിലും ഇപ്രകാരം സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട്, ഈശ്വര കടാക്ഷം, ഈശ്വര ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും പ്രദാനം ചെയ്യും എന്ന സൂചന തന്നെയാണ്. ആ വീട്ടിലെ അംഗങ്ങൾക്ക് അത് ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇന്നേ ദിവസം ധാരാളം പൂമ്പാറ്റകളെ അഥവാ ചിത്രശലഭത്തെ നിങ്ങൾ കാണുന്നതായ സാഹചര്യം, അത് പതിവിലും വിപരീതമായിരിക്കും കാണുക. ഇന്നേ ദിവസം അതിരാവിലെയും സന്ധ്യയ്ക്കും ഇപ്രകാരം കാണുന്നു എങ്കിലും അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ, ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ മനസ്സ് വല്ലാതെ നിറയും. കാരണം പലവിധ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾ കാണും. പതിവിലും വിപരീതമായി നിൽക്കുന്നതായി ചിലർക്ക് അനുഭവഭേദ്യമാകാം. ചിലർക്ക് ധാരാളം പുഷ്പങ്ങൾ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് മനസ്സിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുകയും ചെയ്യും. അത് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു, ഈശ്വര കടാക്ഷമുണ്ട് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ അത് പല കാര്യങ്ങൾ കൊണ്ടുമാകാം. തൊഴിൽപരമോ ബിസിനസ് പരമോ വിദ്യയുമായി ബന്ധപ്പെട്ടോ ആകാം. അല്ലെങ്കിൽ പലവിധ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന സൂചനയുമാകാം.
ഇത്തരത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു. ശുഭവാർത്തകൾ ഇന്നേ ദിവസം കേൾക്കുന്നതായ സാഹചര്യം മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന അപ്രതീക്ഷിതമായ ശുഭവാർത്തകളോ മറ്റ് ശുഭവാർത്തകളോ നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യം, ഇതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങളുടെ ശുഭഫലങ്ങളുടെ സൂചന തന്നെയാണ്. ഈ വർഷം മുഴുവൻ ഇത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ആ ദേവത, കുടുംബ ദേവത നിങ്ങൾക്ക് നൽകുന്നതായ സൂചന. ദീർഘനാളായി കോണ്ടാക്ട് ഇല്ലാത്ത ചില വ്യക്തികളെ അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാകാം. ഇത്തരത്തിൽ പല വ്യക്തികളെയും ഇന്നേ ദിവസം കണ്ടുമുട്ടുന്നതായ സാഹചര്യം, നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. യാതൊരുവിധ സാധ്യത പോലും ഇല്ലാതെയും ഇന്നേ ദിവസം ആ വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നു. അതും ശുഭകരമായ സൂചന തന്നെയാണ്. പുതിയ തുടക്കം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മനസ്സിൽ എന്തെന്നില്ലാതെ സന്തോഷം നിറയുന്നതായ സാഹചര്യം, അത് വീട്ടിലാണ് എങ്കിലും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാം. പലവിധ ടെൻഷനുകൾ ഉള്ളവരാകാം നിങ്ങൾ, പലവിധ ചിന്തകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഉള്ളവരാകാം. എന്നാൽ അതെല്ലാം മറന്നു പോകുന്നതായ സാഹചര്യം, മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നതായ സാഹചര്യം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് മനസ്സിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നിറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരം അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഏറ്റവും വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുന്നതായ അവസ്ഥ, ക്ഷേത്രത്തിൽ നിന്നും തിരികെ വരും വഴിയോ പോകും വഴിയോ കാളയെ കാണുന്നതും ഉപ്പനെ കാണുന്നതും അതല്ല പശുവിനെ കാണുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. അതും ശുഭഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ദീർഘനേരം വിളക്ക് തെളിയുന്നതും കൂടുതൽ സ്വർണപ്രഭ ചൊരിയുന്നതും അതീവ ശുഭകരമാണ്. അതും വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായി മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ലഭിക്കുന്നു. അത് വസ്ത്രമാകാം, പുഷ്പമാകാം, അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളാകാം. ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതീവ ശുഭകരമായ സൂചനയാണ്. ഈശ്വര കടാക്ഷത്തിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. അപരിചിതരായ കുട്ടികൾ ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാണ്. മുഖത്ത് എന്തെന്നില്ലാതെ സന്തോഷം നിറയുന്നതായ സാഹചര്യം, വളരെ പ്രസന്നമായ ഭാവമായിരിക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവുക. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുന്ന ആഹാരത്തിന് വളരെയധികം രുചി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ എല്ലാവർക്കും ആഹാരം കൃത്യമായിരിക്കും. തികയുന്നതായ സാഹചര്യം ഒരിക്കലും കളയേണ്ടതായി വരില്ല. ഇപ്രകാരം സംഭവിക്കുന്നതും ആ വീടുകൾക്കുള്ള ഈശ്വരാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാകുന്നു. ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭകരമായ സൂചനയായി തന്നെ പരാമർശിക്കാം. ഈ പരാമർശിച്ചിരിക്കുന്നതായ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു.